നമ്മുടെ യാത്ര ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനത്തെ തുടർന്ന് ദർശനം നടത്തേണ്ട നാലമ്പലങ്ങളിലെ മൂന്നാമത്തെ ക്ഷേത്രമായ അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. കഥകളിൽ 5 മനകളുടെ നാടാണ് അമനകര. 1500 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണിത്. കേരള വാസ്തുകലയുടെ ഒരു സമ്പൂർണ്ണ മിശ്രിതം ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിലും നമസ്കാര മണ്ഡപത്തിലും കാണാം. സീതയുടെ ദേഹപരിത്യാഗത്തിനു ശേഷം ശ്രീരാമൻ രാമപുരത്തും പിന്നാലെ എത്തിയ ഭരതൻ അമനകരയിലും ധ്യാനത്തിലിരുന്നു എന്നാണ് വിശ്വാസം. ഭരതനെ ഒരു മഹാനായ ഭരണാധികാരിയായി കണക്കാക്കുന്നു. അതിനാൽ ക്ഷേത്രത്തിലെ ബലിക്കൽപുര ഈ ഗ്രാമത്തിന്റെ കൊട്ടാരമായിരുന്നു. ഭരത വിഗ്രഹം പടിഞ്ഞാറോട്ട് ദർശനമുള്ളതാണ്. നാലമ്പല ദർശനത്തെക്കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചും വിശദീകരിക്കാൻ അമനകര PP നിർമ്മലനും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ നാലമ്പലങ്ങളിലൊന്നായ അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിന്റെ തിരുസന്നിധിയിലാണ്. പവിത്രവും പരിപാവനവുമായ അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം 1000 ആണ്ടുകളുടെ പഴക്കമുള്ള മഹാക്ഷേത്രങ്ങളിലൊന്നാണ്. പണ്ട് ചരിത്രപരമായി പറയുന്നത് 5 മനകളുള്ള ഒരു സ്ഥലമായിരുന്നു അമനകര എന്നാണ്. 5 മനകളുള്ള സ്ഥലം, നാട് എന്ന നിലയ്ക്ക് ഐമനകര എന്ന പേരുണ്ടായിരുന്നു. അത് ലോപിച്ചാണ് പിന്നീട് അമനകര എന്ന പേരുണ്ടായത് എന്നാണ് ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സ്ഥലനാമ ചരിത്രത്തിൽ അങ്ങനെയാണുള്ളത്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഊരാഴ്മ 3 ഇല്ലക്കാർക്കുള്ളതാണ്. പുനം, പുതിയടം, താമരമംഗലം എന്നീ കുടുംബക്കാരാണ് ഈ ക്ഷേത്രത്തിന്റെ ഊരാഴ്മ അവകാശികൾ. പവിത്രവും പരിപാവനവുമായ ഈ ക്ഷേത്രം പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ താന്ത്രിക അവകാശം പുലിയന്നൂർ ഇല്ലത്തിലുള്ള പുലിയന്നൂർ മനക്കാർ, തൃപ്പൂണിത്തുറയുള്ള പുലിയന്നൂർ മനക്കാർക്കാണ് ഈ ക്ഷേത്രത്തിന്റെ താന്ത്രിക അവകാശം. മേടമാസത്തിലെ തിരുവോണം ആറാട്ട് വരുന്ന വിധം 6 ദിവസമാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. ഓരോ മാസവും പ്രത്യേകമായ വിശേഷ പരിപാടി കൂടെ നടക്കുന്നുണ്ട്. മണ്ഡല പൂജയുണ്ട്, മണ്ഡല ആചരണം നടക്കുന്നുണ്ട്. വന്നു പോകുന്ന ഭക്തജനങ്ങളുടെ അനുഭവക്കുറിപ്പുകൾ ഇവിടുത്തെ സന്ദർശക ഡയറിയിൽ നമുക്ക് നോക്കിയാൽ പരിശോധിച്ചാൽ എല്ലാവർക്കും കാണാം. അതായത് അനബദ്ധ്യത ദുഃഖം അനുഭവിച്ചിരുന്ന ആളുകൾ, ദമ്പതികൾ, കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കുട്ടികളുണ്ടായ അനുഭവങ്ങൾ ധാരാളമായി ഇവിടുത്തെ സന്ദർശക ഡയറിയിൽ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ദർശനം നടത്തിയുണ്ടായ കുട്ടിയെയും കൊണ്ടുവന്ന് ഈ തിരുസന്നിധിയിൽ വച്ച് ചോറൂണ് കൊടുത്തിട്ടുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ സന്ദർശക ഡയറി പരിശോധിക്കുന്ന ആളുകൾക്ക് കാണാൻ സാധിക്കും. മറ്റൊരു പ്രാധാന്യം, ഈ ക്ഷേത്രത്തിൽ വന്നു പോകുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും എല്ലാ ദിവസവും, കർക്കിടക മാസത്തിലെ മുഴുവൻ ദിവസവും ഇവിടെ വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനം കൊടുക്കുന്ന ഒരു ക്ഷേത്രമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പൂർവികന്മാരെ പിതൃപ്രീതിക്കായി നടത്തുന്ന മീനൂട്ട് വഴിപാട് ഈ ക്ഷേത്രത്തിലെ മാത്രം ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇവിടെ വരുന്ന മുഴുവൻ ആളുകളും പിതൃപ്രീതിക്കായി നടത്തുന്ന മീനൂട്ട് വഴിപാട്, ഇത് ഈ ക്ഷേത്രത്തിലെ തിരുവാറാട്ട് നടക്കുന്ന പവിത്രമായ ജലാശയമാണ്. ക്ഷേത്ര തിരുസന്നിയോട് ചേർന്ന് തന്നെയാണ്. മാത്രമല്ല, കഴിഞ്ഞ കാലം വരെ രാമപുരം ശ്രീരാമസ്വാമിയുടെ ആറാട്ട് നടന്നതും ഈ പവിത്രമായ ജലാശയത്തിലാണ്. അതുപോലെ ഇവിടുത്തെ പ്രധാന വഴിപാട് ശംഖുപൂജയാണ്. ശംഖ്, ചക്ര, ഗദാപത്മങ്ങളിൽ ഭഗവാൻ ഭരതസ്വാമി ശംഖാണ് എന്ന സങ്കല്പമുള്ളതുകൊണ്ട് ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ ശംഖ് സമർപ്പിച്ചുകൊണ്ട് നടത്തുന്ന, അവരുടെ നക്ഷത്രവും പേരും പറഞ്ഞ് ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ ശംഖ് സമർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കുള്ള ഒരു പ്രത്യേക വഴിപാടാണ്.
ഭാരതത്തിന്റെ പുണ്യം തേടിയെത്തുന്ന ഈ പുണ്യഭൂമിയിലേക്ക് എല്ലാ ഭക്തനെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ഹരി ഓം.